ഈ പാർട്ടിയിലോട്ട് ജോയിൻ ചെയ്തതിൽ പിന്നെ എൻ്റെ അച്ഛൻ വേറെ ഏതോ ആളായെന്നുള്ള മട്ടിൽ ഒക്കെ ആൾക്കാർ അജണ്ട ബേസ്ഡ് ആണ്, നമുക്കറിയാം. എന്നാലും അത് വലിയ സുഖമില്ല. ഞാനത് വേറെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ കുറച്ച് അഴിമതിയൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ അഴിമതിയൊക്കെ കാണിച്ചിട്ട് എനിക്കൊരു ഹെലികോപ്റ്ററൊക്കെ മേടിച്ച് തരുന്ന അച്ഛനായിരുന്നെങ്കിൽ ഞാൻ ഈ വിമർശനമൊക്കെ പോകില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ വിടുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അതൊന്നും ചെയ്യുന്നില്ല. ഇൻഫാക്ട് വീട്ടിൽ നിന്നുള്ളതും കൂടി എടുത്ത് വെളിയിലോട്ട് കൊടുക്കുക. അങ്ങനത്തെ ഒരാളെ ഒന്നും പറയുന്നത്, ഇനി എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഒരുപാട് പ്ലസ് ഉണ്ട് പുള്ളിക്ക്. അപ്പം മൈനസ് ഒരെണ്ണം എവിടുന്നോ ചെകഞ്ഞ് കുഴിച്ചെടുത്തിട്ട് പറയുന്നത് അതൊരു അജണ്ട ബേസ്ഡ് സാധനം. എനിക്ക് അങ്ങനത്തെ ഒരു ഫേക്ക് മോക്കറി എനിക്ക് ഇഷ്ടമല്ല. നേരിട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതിന് ചെയ്തിട്ടുണ്ടോ? വിധിയായിരിക്കും അവരുടെ. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനെ പൊതുവെ ആരും ചെയ്യില്ലല്ലോ. മിക്കവാറും ഓൺലൈനിലോ ഒരു ഫ്ലോക്ക് മെന്റാലിറ്റിയാ. അതെ, ഒരു 10 പേര് പറയുമ്പോഴേ 11ാമത്തെ ആള് ജോയിൻ ചെയ്യുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് അധികം നട്ടല് കാണിക്കുന്നവർ വളരെ ചുരുക്കുക. കുറച്ച് ഗുണ്ടകളാരെങ്കിലും ഒക്കെ കാണും അങ്ങനെയൊക്കെ കാണിക്കുന്നു. അല്ലാതെ സാധാരണക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ കുരയ്ക്കുന്നവർ ഒരു കൂട്ടം കൂടി നിന്നേ കുരയ്ക്കുള്ളൂ. അവർ ഒറ്റയ്ക്ക് നിന്ന് കുരച്ചാൽ ചിലപ്പോൾ അവർക്ക് പണി കിട്ടും. അങ്ങനെ ഒരാൾക്ക് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒരു മറുപടി അതിലിട്ടു. അതെല്ലാവരും എന്തോ വലിയ മാസ് പോലെ ഏറ്റെടുത്തു. ഞാൻ അതൊരുപാട് വേദനയോടെയാണ് ചെയ്തത്. നമുക്കൊരുപാട് പെയിൻ ഉണ്ടായിരുന്നു. ആ മാസം എന്ന് പറയപ്പെടുന്ന ആ സാധനം ഡെലിവർ ചെയ്യുമ്പോഴും ഭയങ്കര പെയിനോടെയാണ് ചെയ്തത്. പക്ഷെ ആൾക്കാരെല്ലാം അതെന്തോ ആഘോഷം പോലെ അങ്ങനെ ഏറ്റെടുത്തിട്ടാണ് ചെയ്തത്. എന്താ വിളിക്കുന്നത്? ചാലൂക്ക. ചാലു എന്നാണ് അദ്ദേഹത്തിന്റെ പെറ്റ് നെയിം. എല്ലാവരും വീട്ടുകാരൊക്കെ അങ്ങനെ വിളിക്കുക. അപ്പം ഞാൻ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ട് അറിയാതെ അങ്ങനെ വന്നു പോയതാ. അല്ലാതെ അഡ്രസ് ചെയ്യുമ്പോൾ DQ എന്ന് തന്നെ അഡ്രസ് ചെയ്യും. എന്നെ ഗോകു എന്ന് വിളിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെ സർനെയിം അല്ലെ വീട്ടിൽ വിളിക്കുന്ന പെറ്റ് നെയിം എന്താ? ഗോകു, ബാഗി, ബൂ, മാഡി. ഭയങ്കര വെറൈറ്റി പെറ്റ് നെയിം. പേരിന്റെ ഏകദേശം ആ ഒരു ചേരുവ വെച്ചിട്ട് തന്നെ എല്ലാവരുടെയും. മാധവ്, ഭാഗ്യ, ബാഗി, ഭാവ്നി കുറച്ച് കൺഫ്യൂസിങ് പേരാ. അതുകൊണ്ട് ബൂന്ന്, അച്ഛനാ ബൂന്ന് വിളിച്ച. അച്ഛൻ തന്നെയാന്ന് തോന്നുന്നു എല്ലാരെയും ഈ പേരുകൾ വിളിച്ചത്. എന്നെ അമ്മയാന്ന് തോന്നുന്നു. ഗോകു എന്ന് ആദ്യം വിളിച്ച അമ്മ, ബാക്കി എല്ലാവരും അച്ഛനാ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റ് ആണ്, അതായത് ഗോകുൽ ആണെങ്കിൽ ചില ആസ്പെക്ടിലൊക്കെ സുരേഷ് ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. അപ്പം ഇത് എന്താണ്, ഗോകുലിന് എന്താണ് തോന്നുന്നത്? അവരിരുന്ന് കണ്ട് പറയുന്ന പോലെയാണല്ലോ പറയുന്നത്. ചിലപ്പോ മൂവീസ് ഒക്കെ കണ്ടിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പം അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ഏതോ വലിയ ലെവലിൽ എത്തിയാനെ. അപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ജനറ്റിക് സാധനം വരുമല്ലോ, എല്ലാവർക്കും അവരവരുടെ തന്തമാരുടെ ഇത് വരുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതേ മണ്ടത്തരാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും.